പി ആർ ഇഷ്യൂ. അയ്യോ എന്തോടെ എല്ലാവരും കൂടി പി ആർ എന്ന് പറഞ്ഞാൽ ഇതെന്തോടെ എല്ലാവരും കൂടെ മതി ഇത്ര പോലെ. എടാ പി ആർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അതിനകത്ത് എല്ലാ ആൾക്കാരും പി ആർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പലരും ഇല്ലാത്ത വിട്ട് അഭിനയിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം മിക്കവാറുള്ള ആൾക്കാർ ആരൊക്കെയാണ് പി ആർ എന്ന് വരെ അറിയാം. അതുകൊണ്ട് പക്ഷേ ഈ പി ആർ ഉണ്ടെങ്കിൽ ഈ റീച്ച് ഉള്ളൂ. അപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം സാധാരണക്കാർക്ക് ഇപ്പം നല്ലോണം കണ്ടൻറ് ഉണ്ടാക്കുന്ന ആൾക്കാർ ജനങ്ങളാണ് പി ആർ. അപ്പോൾ പി ആർ എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ കണ്ടാൽ ചിലർ കാശ് കൊടുത്ത് ചെയ്യും, ചിലർക്ക് നോർമലി കിട്ടും. അങ്ങനെ കിട്ടുന്നവരുണ്ട്, അതിനകത്ത് കാശ് കൊടുത്ത് ചെയ്യുന്നവരുണ്ട്, നോർമലി കിട്ടുന്നവരുണ്ട്. അതങ്ങനെ പോട്ടെ, അതിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും കണ്ടൻറ്റ് കൊടുക്കാതെ പി ആർ കൊണ്ട് ഒരു യൂസും ഇല്ല. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം. അവിടെ കണ്ടൻറ്റ് കൊടുത്തിട്ട് ചുമ്മാ ഇരിക്കുന്നൊന്നും നമുക്കെടുത്ത് പി ആറായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്കതിനകത്ത് കൂടുതൽ അഭിപ്രായമൊന്നുമില്ല. എല്ലാം ഇപ്പോൾ സിനിമയിലാണെങ്കിലും പി ആറില്ലേ, നിങ്ങളും പല സിനിമകളുടെ പി ആറുകളല്ലേ. അപ്പം ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ബിഗ് ബോസ് കാണുന്നില്ല, അതുകൊണ്ട് എനിക്കറിയില്ല ആരാണ് ജയിക്കുന്നത്, ആരാണ്. അർഹതയുള്ളവർ ജയിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ വോട്ടും ചെയ്യുന്നതാണ്. ഞാൻ ബിഗ് ബോസ് കാണുന്നില്ല. ഫ്രണ്ട്സ് 2 പേരുണ്ട്, ലക്ഷ്മിയുണ്ട്, അനുമോളും ഉണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ അവർ ജയിക്കണം എന്നല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് കൊടുക്കുന്ന ഏറ്റവും നല്ല അർഹതയുള്ള ആളുകൾ ജയിക്കണം എന്നുള്ളതാണ്. ഇനി അവരാണ് അർഹതയുള്ളെങ്കിൽ അവർ ജയിക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. കാരണം അങ്ങനെ ഒരു ഷോയിൽ അർഹതയുള്ള ആൾ ജയിക്കുമ്പോഴേ അതിനൊരു വാല്യൂ ഉള്ളൂ. അങ്ങനെ വാല്യൂ ഉണ്ടെങ്കിൽ ഞാനും ആ ഷോയിലൂടെ വന്ന ആളാണ്, വന്ന വഴി മറക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ അതിൽ കൂടെ വന്ന ആളാണ്. അപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടണമെങ്കിൽ ആ ഷോ സക്സസ് ആയിരിക്കണം. അങ്ങനെ സക്സസ് ആവണമെങ്കിൽ നല്ലൊരാൾ, അർഹതയുള്ള ആൾ ജയിക്കണമെന്നാണ്. കൂടുതൽ സെലിബ്രിറ്റികളല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മിനിമം 5 പേരെങ്കിലും കണ്ടസ്റ്റൻസ് ആയിട്ട് വരണം. അങ്ങനെയുള്ള ഇപ്പം എല്ലാവരും സെലിബ്രിറ്റീസാണ്. ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇടുന്നവൻ ഇൻഫ്ലുവൻസറായി മാറുന്നൊരു കാലമാണ്. ഇപ്പം ഞാൻ കയറുമ്പോൾ ഞാൻ ആക്ടർ എന്നുള്ള രീതിയിലാണ് കയറിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ 1-2 പടത്തിൽ കുഞ്ഞു റോൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എന്നെപ്പോലത്തെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പം ഞാനൊരു സാധാരണക്കാരനായിട്ടാണ് കയറിയത്. പക്ഷേ പറയുമ്പോൾ അവർ പറയും ആക്ടർ എന്നുള്ള രീതിയിലാണ്, പ്രൊഫൈലാണ് എന്നെ കയറ്റിയത്. അപ്പോൾ പറയുമ്പോൾ ശരിക്കും ഞാനൊരു സാധാരണക്കാരൻ. അതുപോലെ എത്രയോ പേര്, നന്ദന ഒരു കോമണറായിരുന്നു, അതുപോലെ എത്രയോ പേര് കോമണേഴ്സാണ് വരുന്നത്. അപ്പോൾ നമുക്കത് പറയാമില്ല. ബിഗ് ബോസ് ഹൗസിനകത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റിന്നോ സാധാരണക്കാരനോ ഒന്നുമില്ല. കണ്ടൻറ്റ് കൊടുക്കുന്നവന് ഹിറ്റാവും. അത് ചിലപ്പോൾ ഇത്രയും വലിയ സെലിബ്രിറ്റീസ് അതിനകത്ത് കയറിയിട്ട് നെഗറ്റീവായി പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ കാര്യമില്ല. ബിഗ് ബോസ് ഹൗസിനകത്ത് കാല് കുത്തി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ആദ്യം വന്നിട്ട് ഇല്ലാതൊരു കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അത് മാറ്റി പറയുന്നു. വീണ്ടും അതിന് ഇഷ്യൂ, അമ്മ വന്നപ്പം ആ ഒരു ഇഷ്യൂ വീട്ടിൻ്റെ പടി വരെ കയറ്റുള്ളൂ എന്ന് പറയുന്നു. അതിനെ വീണ്ടും പിന്താങ്ങി വരുന്നു. അപ്പോൾ നിലപാടുകളില്ലാതെ വരുന്നൊരു വ്യക്തിയായിട്ട് ലക്ഷ്മിനെ തോന്നുന്നു. ഇല്ല, എനിക്കറിയാം. അവൾക്ക് അവളുടേതായ നിലപാടുകളുണ്ട്. അത് അവൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അവൾ പറയുന്നത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അവൾ പറയുന്നത്. പിന്നെ അത് എനിക്കറിയാം ബിഗ് ബോസിനകത്തുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ചിലപ്പോൾ നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ ചിലപ്പോൾ വേദനിപ്പിക്കേണ്ട എന്നൊക്കെ തോന്നൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, എനിക്കറിയില്ല. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിഗ് ബോസ് കാണാത്തതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ എന്നാലും അവളുടെ അഭിപ്രായം പറയുന്നു. അതിന് കോൺസിക്വൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ നേരിടും, ഇല്ലെങ്കിൽ ഇല്ല. എന്തായാലും അവൾക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻസ് വെച്ച് അവൾക്ക് നല്ല വോട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. താങ്ക് യു.